വിശ്വാസിയായ ആളാവണം. അതിലായിക്കൊണ്ട് തന്നെ, ആ വിശ്വാസത്തിലായിക്കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യണം? മരണപ്പെടണം. ഒരു ചോദ്യം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിമായി വിശ്വാസം സ്വീകരിച്ചു പോയി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? മുർത്തദ്ദായി, ഇസ്ലാം ഒന്ന് പുറത്തുപോയി, അവിശ്വാസിയായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അയാൾ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ സ്വഹാബി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, സ്വഹാബി എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാലത്ത് ജീവിക്കണം, വിശ്വസിക്കണം, അതിലായിക്കൊണ്ട് തന്നെ മരണപ്പെടണം. ഉവൈസുൽ ഖർനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉവൈസുൽ ഖർനി കേൾക്കാത്തവരുണ്ടോ? ഉവൈസുൽ ഖർനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ആളാണ്. ഉവൈസുൽ ഖർനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിൽ വിശ്വസിച്ച ആളാണ്. ഉവൈസുൽ ഖർനി വലിയാണ്. ഉവൈസുൽ ഖർനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിശ്വസിച്ച അതേ വിശ്വാസത്തിൽ ഇടതടവില്ലാതെ ജീവിച്ച് വഫാത്താവുകയും ചെയ്തയാളാണ് ഉവൈസുൽ ഖർനി. പക്ഷേ സ്വഹാബി അല്ല. എന്തുകൊണ്ടായിരിക്കും? ഒന്ന് പറയാം. അല്ല, നബിയെ നേരിട്ട് കണ്ടിട്ടില്ല, അതാണ് ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടില്ല. കാരണം എന്താ? പ്രായമായ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മയെ നോക്കാൻ അദ്ദേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് പോന്നാൽ പിന്നെ ഉമ്മക്ക് ആരും ഉണ്ടാവില്ല. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് ലെവലാണ് എന്ത്? അതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റണില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റണില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റണില്ല, ബദറിലും ഉഹദിലും ഖന്തക്കിലൊന്നും പങ്കെടുക്കാൻ പറ്റണില്ല. ആ ഒരു സങ്കടം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളത് എന്ത് ചെയ്തു? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി പ്രകാരം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇത് വഹയിലൂടെ ആർക്ക് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കാലത്ത് എന്ത് ചെയ്യും? ഹജ്ജിന് ഒരു വ്യക്തി വരും, അയാളുടെ ശരീരത്തിൽ ഇന്ന അടയാളങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും, അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ഹജ്ജിനും എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാളെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെയാണ് ഉവൈസുൽ ഖർനി റഹിമഹുള്ളയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടെത്തുന്നത്. അപ്പോൾ സ്വഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് അതിലായിക്കൊണ്ട് തന്നെ വഫാത്താകുമ്പോഴാണ് ഒരാൾ സ്വഹാബിയാകുക. ഇതിലേതെങ്കിലും ഒന്ന് മുറിഞ്ഞു പോയാൽ ചിലപ്പോൾ എന്താവില്ല, സ്വഹാബി എന്നുള്ള ഒരു ഗണത്തിലേക്ക് അങ്ങോട്ട് ചാടി കിട്ടൂല. അപ്പോൾ വറക്കത്ത് ബിൻ നൗഫലിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാനുള്ളൊരു കാരണം അതിൽ പല കാര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം വിശ്വാസിയായിക്കൊണ്ടാണ്, മുഅ്മിനായിക്കൊണ്ടാണ് മരണപ്പെട്ടത് എന്നതിൽ കാര്യമായ ഭിന്നാഭിപ്രായം ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ ലികുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ ഹും നാസികു, മുൻകഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ എന്തുണ്ട്? അവരുടേതായ കർമാനുഷ്ഠാന മുറകളുണ്ട്, അവരതനുസരിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. ഫലാ യുനാസിഉന്നക ഫിൽ അംരി, അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിൽ, അവരിങ്ങനെ താങ്കളോട് എതിരാവേണ്ട ആവശ്യമില്ല, തർക്കിക്കേണ്ട ആവശ്യമില്ല. വദുഇ ഇലാ റബ്ബിക, നീ എന്ത് ചെയ്യാം? അവരെ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണെന്താ? അവർ മുൻകഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ എന്തുണ്ടായിരുന്നു? അള്ളാഹുവിൻ്റെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അവർ എന്ത് ചെയ്യും? പല രീതിയിലുള്ള തർക്കങ്ങൾക്കും പല രീതിയിലുള്ള വാദങ്ങൾക്കൊക്കെ വരും. പക്ഷേ നീ ചെയ്യേണ്ടത് വദുഉ ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക് എന്ത് ചെയ്യാം? അവരെ ക്ഷണിക്കുക. ആ ക്ഷണിക്കുക എന്നുള്ളതിന് ശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള കാരണം പറയുന്നുണ്ട്. എന്താ? ഇന്നക ലഅലാ ഹുദം മുസ്തഖീം, കാരണം നീ എന്തിലാണ്? നീ നേരായ മാർഗത്തിലാണ്, നീ നേരായ മാർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നീ അവരെ ആ ഒരു നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ഒരു ഇതിൻ്റെ ആയത്തിൻ്റെ തഫ്സീർ നമുക്ക് കാണുന്നത് അൻ യദുഅൻ നാസ ഇലാ റബ്ബിഹിം, ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഇലാ റബ്ബിഹിം എന്ന് പറഞ്ഞാൽ ഇലാ ത്വാഅതിഹി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ അനുസരിക്കാൻ ക്ഷണിക്കുക. കുറേ ആൾക്കാർ ഇങ്ങനെ മുസ്ലിമായി, കുറേ മുസ്ലിങ്ങൾ ഇങ്ങനെ നിരന്ന് നിന്നുകൊണ്ട് കാര്യമില്ല.
കുറേ ആൾക്കാർ ഇസ്ലാമിലുണ്ട്, കുറേ അംഗസംഖ്യ ഉണ്ട്, കുറേ ജനസംഖ്യ ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ട്. അല്ല, നേരെ മറിച്ച് ഇലാ ത്വാഅത്തി, അള്ളാഹുവിനെ അനുസരിക്കുന്നതേക്ക് എന്ത് ചെയ്യുക, അവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ ആയത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു ഇല്ലത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നീ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിൻ്റെ കാരണം എന്താ, ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, നീ നേരായ മാർഗത്തിലാണ്. അഥവാ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മനസ്സിൻ്റെ തേട്ടാണ് എന്ത്, അവൻ അറിയുന്ന ഒരു കാര്യം, അവന് ബോധ്യമുള്ള ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഇഖ്ലാസ് ഉള്ള അഥവാ ഈമാനുള്ള ഒരാളുടെ മനസ്സിൻ്റെ തേട്ടാണ്. പക്ഷെ അത് എത്തിക്കുന്നിടത്ത് അയാൾക്ക് എന്തുണ്ടാവും, വ്യത്യസ്തങ്ങളായ പരിധികളും പരിമിതികളും തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടാണ് എന്ത്, അയാൾ എത്തിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു വലിയൊരു തീക്കുണ്ടാറുണ്ട്. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ അതിനോട്ട് അടുത്ത് നിൽക്കുമ്പോൾ ആ തീയുടെ അടുത്തേക്ക് എത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്തുണ്ട്, ഒരു ബോധമുണ്ട്. അപ്പോൾ ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വ്യക്തിയെ തടയും. കാരണം നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടം വരാണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോളിന്ന് എന്ത് ചെയ്യും. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു തേട്ടാണ്, ഒരു സ്വാഭാവികതയാണ് മനുഷ്യൻ്റെ. അഥവാ അവൻ അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അറിയിക്കുക, അതല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ ജാഗ്രത കൈക്കൊള്ളാൻ അവരെന്ത് ചെയ്യുക, തയ്യാറാക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തു, നേർമാർഗത്തിലായി, നീ നേരായ മാർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ നേരായ മാർഗത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ഇസ്ലാമിൻ്റെ നല്ല നല്ല ആദർശങ്ങളിലൂടെ നീ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആവശ്യകതയും അതില്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലവും ആർക്കറിയാം, ആ ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക്, ആ ഒരു കിട്ടിയ സന്ദേശത്തിലേക്ക് എന്ത് ചെയ്യുക, നീ ക്ഷണിച്ചു കൊള്ളുക എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. ആ സമാനമായ ആയത്തുകൾ ഒരുപാട് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. വലാ യസുദ്ദന്നക അൻ ആയാത്തില്ലാഹി ബഅദ ഇദ് ഉൻസിലത് ഇലൈക വദഉ ഇലാ റബ്ബിക വലാ തകൂനന്ന മിനൽ മുശ്രികീൻ ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത. നീ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഉറച്ചു നിൽക്കുക. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നീ എന്ത് ചെയ്യുക, അങ്ങേയറ്റത്തെ ഹിക്മത്തോടു കൂടിയും സതുപദേശത്തോടു കൂടിയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയേണ്ടത് വഇന്നക ലതദഊഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ക്ഷണിക്കുന്നത് നേരായ മാർഗത്തിലാണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇതൊക്കെ സമാനമായ ആശയങ്ങൾ വരുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ത്, നിനക്കൊരു സത്യം കിട്ടി, നിനക്ക് നേർമാർഗം കിട്ടി, നേരായ പാത കിട്ടി, അതുകൊണ്ട് എന്താ ചെയ്യാം, മറ്റുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കുക. വളീഫത്തുൽ അംബിയ, അംബിയാക്കളുടെ ജോലി എന്താ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരാണെന്ത്, ദഅവത്ത്. അംബിയാക്കളുടെ ജോലി എന്താ ചോദിച്ചാൽ ദഅവത്താണ് ഉത്തരം. കാരണം നുബൂവത്തിന് ശേഷം എത്ര അംബിയാക്കളുടെ ജോലി നമുക്കറിയാം, ഒന്ന് ചിന്തിച്ചു നോക്കി. നുബൂവത്ത് കിട്ടിയതിന് ശേഷം, റസൂൽ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം കിട്ടിയതിന് ശേഷം എത്ര അംബിയാക്കൾ ജോലി ചെയ്തതായിട്ട് നമുക്കറിയോ? അറിയുന്നുണ്ടെങ്കിൽ പറയാം, ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട് മേക്കാറുണ്ടായിരുന്നു എന്ന് നുബുവത്തിൻ്റെ മുമ്പ്. പല നബിമാരും നജ്ജാറുകളായിരുന്നു, ആശാരികളായിരുന്നു നുബുവത്തിൻ്റെ മുമ്പ്. നുബുവത്ത് എന്നുള്ള ഉത്തരവാദിത്തം കിട്ടിയതിന് ശേഷം ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ദാവൂദ് നബിക്ക് എന്തെങ്കിലും ജോലി? രാജാവല്ലേ? ഇല്ല, അങ്ങനെ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതും വായിച്ചതും. അതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചത്. അങ്ങനെ ആർക്കെങ്കിലും അറിയെങ്കിൽ അത് പറയാം ഇൻഷാ അല്ലാഹ്. അഥവാ നുബൂവത്തിന് ശേഷം അമ്പിയാക്കളുടെ പ്രധാന പണി എന്താ? ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹു ഏൽപ്പിച്ച പണിയാണ്. നമുക്ക് അങ്ങനെ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹു ഏൽപ്പിച്ച പണിയാണ് എന്ത്? അവരെ ദീന് പ്രബോധനം ചെയ്യുക. അപ്പോൾ അവരുടെ പണിയാണ് വലീഫത്തുൽ അംബിയ, അമ്പിയാക്കളുടെ ഉദ്യോഗമാണ് എന്ത്? ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു ദഅവത്ത് നടത്തുന്ന ഒരാളാണ്, ഒരു ദാഇയാണെന്ന് നമ്മൾ സ്വയം അറിയപ്പെടുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർ ആ രീതിയിൽ നമ്മളെ കാണുന്നത് കൊണ്ടോ നമ്മളെ ആക്ഷേപിക്കുന്നത് കൊണ്ടോ അങ്ങനെ കുറേ ഓൻ്റെ ദീനും കൊണ്ട് മുജാഹിദും കൊണ്ട് കുറേ അതും കൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യണ്ട? ചൂളിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെയും
അള്ളാഹു അയച്ചത് ഈ ഒരു കാര്യത്തിനാണ്. അപ്പോൾ അമ്പിയാക്കളുടെ പണിയാണ് എടുക്കുന്നത് എന്നുള്ളൊരു ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീനീ ദഅ്വ രംഗത്തൊരു മടിയും അലസതയും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പിന്നോട്ട് പോക്കൊന്നും ഉണ്ടാവില്ല എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ തനിക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് ലഭിക്കുക എന്നത് ആ കിട്ടിയ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള ഒരാളായിരിക്കും. അതിന് ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് വേണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ കൃത്യമായി ഇത് മറ്റൊരാൾക്ക് എത്തണം എന്നുള്ള അങ്ങേയറ്റത്തെ നസീഹത്ത് ഉണ്ടല്ലോ, ആ കിട്ടിയത് എപ്പോഴും മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് അടുക്കുന്ന ഒരാളെ നമ്മൾ തടയുന്നത് എന്തുകൊണ്ടാണ്? അയാളോട് നമ്മൾ നന്മ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അതേപോലെ തന്നെയാണ് എന്ത്, ദീനിയായ സകല കാര്യങ്ങളിലും സകല ഉപദേശങ്ങളിലും, അത് തൗഹീദിൽ ക്ഷണിക്കലാണെങ്കിലും അതേപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള തിന്മകളിലേക്ക് ക്ഷണിക്കലാണെങ്കിലൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് യഥാർത്ഥ ദായി ആവാൻ പറ്റില്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന അഥവാ കേവലം ഒരു ദായി ആവാനേ കഴിയുള്ളൂ. അള്ളാഹു പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നീ നേർമാർഗത്തിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അപ്പം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ പണി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത് മനസ്സിലായി പറഞ്ഞേ. ഉദാഹരണം പറഞ്ഞുതരാം. ചില ആളുകൾ എന്ത് ചെയ്യും, നമുക്ക് ആക്ഷേപിക്കാം, ദീനിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിമർശിക്കുക ചെയ്യാം. ഇപ്പോൾ ഒരാളൊരു തിന്മ ചെയ്തു, ഒരു അബദ്ധം ചെയ്തു, നമ്മൾ അയാളെങ്ങനെ കൈകാര്യം ചെയ്യുക? ആക്ഷേപ സ്വരത്തിലാണ് കൈകാര്യം ചെയ്യുക. അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നത് മാറി ഇതിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന് നമ്മൾ എത്ര ആൾക്കാർ ആഗ്രഹിക്കും? ഒരാൾ നഅൂദുബില്ലാ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളിപ്പോൾ എന്തെങ്കിലും ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പെട്ടു. അപ്പോൾ നമ്മളൊക്കെ പിന്നെ അയാളെക്കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യാം? എന്താ ഇപ്പോൾ താടിയൊക്കെ ഉണ്ട്, ഭയങ്കര പ്രവർത്തകനാണ്, അവൻ്റെ പാൻറ്റിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ, അപ്പം എന്തായി, അതിലാറാണല്ലേ നമ്മളൊക്കെ തന്നെയാണ് എന്നുള്ളൊരു വർത്താനം എന്ത് ചെയ്യും, അല്പന്മാരുടെ അടുത്ത് ഉണ്ടാവും. അത് പൊതുവേ പല ദായിമാർ പറഞ്ഞാൽ നമ്മളൊക്കെ ദായിമാരാണ്, നമ്മളിലൊക്കെ ഉണ്ടാവണം. അഥവാ മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കാൻ സാധിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രബോധകനാകാൻ കഴിയില്ല. അവന് പറയാനുള്ളത് അങ്ങനെ പറയും. അത് ആരെങ്കിലും അംഗീകരിക്കാത്തോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോ കണ്ടാൽ എന്ത് ചെയ്യും, ശക്തമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും, പിന്നെ ആ ഒരു നന്മയിലേക്ക് അവൻ തിരിച്ചു വരാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ആ വിഷയത്തിൽ ഒരുപാട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആയത്തിൽ വരുമ്പോൾ അത് നമുക്ക് പറയാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകമുണ്ട് ആ വിഷയത്തിൽ, എന്ത്, ഇന്ന തഈറക ലിഅഖീക ബിദംബിഹി അഅ്ളമു ഇസ്മൻ മിൻ ദംബിഹി. എന്നർത്ഥം, ഒരാളൊരു തെറ്റ് ചെയ്തു, ഒരാൾ നേർമാർഗത്തിലല്ല, ഒരു മോശപ്പെട്ട വഴിയിലാണുള്ളത്, അത് ശിർക്കിലായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഷ്ടിക്കുന്നയാളായിക്കോട്ടെ, മദ്യപിക്കുന്നയാളായിക്കോട്ടെ, വ്യഭിചരിക്കുന്നയാളായിക്കോട്ടെ, അയാൾ ആ തിന്മയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മളെന്താ പണി, നമ്മൾ അയാളെ ആ തിന്മയിലേക്ക് ചേർത്തുകൊണ്ട് അയാളെങ്ങനെ കുറ്റം പറയാം, അങ്ങനെ പറഞ്ഞിട്ട് എന്താ, ഓൻ അന്ന് അങ്ങനെ ചെയ്ത ആളാണ്, ഇങ്ങനെ ചെയ്ത ആളാണ്, ഓൻ അന്നാ മറ്റേ വീട്ടിൽ പോയിരുന്നു, അത് അവിടുന്ന് അതിർത്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ചെയ്ത തിന്മയിലേക്ക് എന്ത് ചെയ്യുക, അയാളെ ചേർത്തി പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കലാണ് അയാൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ. വഅശദ്ദു മിൻ മഅസിയതിഹി, അയാൾ ചെയ്ത പാപത്തേക്കാൾ വലിയ പാപമെന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അതിന് സമാനമായ ഒരുപാട് വാചകങ്ങൾ എന്ത് ചെയ്യും, കാണാൻ സാധിക്കും. ഇമാം സഅലബി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, എന്ത്, ലാ തുൽഹിരി ശമാത തബിഅഖീക ഫയുആഫിയുല്ലാഹു വയബ്തലീക. നീ എന്താ ചെയ്യരുത്, നിന്റെ സഹോദരനിൽ സംഭവിച്ചു പോയൊരു അബദ്ധം, ഒരു ന്യൂനത, ഒരു കുറവ്, ഒരു തെറ്റ്, അതിൻ്റെ വിഷയത്തിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, നീ ആക്ഷേപം പ്രകടമാക്കരുത്. വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ പറ്റും, ആക്ഷേപം എന്ത് ചെയ്യരുത്, പ്രകടമാക്കരുത്. നേരെ മറിച്ച് അങ്ങനെ പ്രകടമാക്കിയാൽ ഒരുപക്ഷെ എന്ത് ചെയ്യും, അയാളെ അള്ളാഹു അതിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും, നിന്നെ അള്ളാഹു അതിലെന്ത് ചെയ്യും, പെടുത്തും. ഉദാഹരണത്തിന്, ഒരാളൊരു അബദ്ധത്തിൽ ഒരു തിന്മ ചെയ്തു, അപ്പം നമ്മളന്ന് ഭയങ്കര മുത്തക്കിയാണ് വിട്ടുക, നമ്മൾ എന്നിട്ട് അയാളെക്കുറിച്ച് നാട്ടിലും നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും നാലാൾ കൂടുന്നിടത്തൊക്കെ ഓനൊക്കെ അങ്ങനെ ചെയ്താലുള്ള, ഓനൊക്കെ പത്ര നമുക്ക് അറിയില്ല പറഞ്ഞാണ്ട് അയാൾ ആ ഒരു ഗർത്തത്തിൽ നിന്ന് ഉയരാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളാകെ പ്രചരിപ്പിച്ചു. ചിലപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ, കൽബാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയം എപ്പോഴും മാറി മറിയും. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സമാനമായ തിന്മയിൽ, സമാനമായ അബദ്ധത്തിൽ, സമാനമായ കുറ്റകൃത്യത്തിൽ
ചിലപ്പോൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ചിലപ്പോൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ അതിന് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ഇമാം ഇബ്നു മുഫ്ലി റഹിമഹുല്ലാഹ് പറയുന്നൊരു വാചകം കൂടി എന്ത് ചെയ്യാം, ഇതിനോടൊപ്പം ചേർത്ത് വെക്കുക. ഇബ്നു മുഫ്ലി പറയണത്, പല്ല് പോയ ചില ആളുകളെ ഞാൻ എന്ത് ചെയ്തു, കളിയാക്കി ചിരിച്ചു. 1-2 പല്ല് ഇങ്ങനെ പോയിക്കണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓൻ ചിരിക്കുമ്പോഴും ഓൻ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് കളിയാക്കാൻ തോന്നി. അപ്പം എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് ആക്ഷേപിച്ച് സംസാരിച്ചു. എന്താ ഇപ്പോൾ ആ രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഫദഹബത് അസ്നാനി, എൻ്റെ പല്ലുകളൊക്കെ എന്ത് ചെയ്തു, അതിനുശേഷം ഒരു സാഹചര്യത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളഞ്ഞു. വനവർതു ഇലംറഅത്തിൻ ലാ തഹല്ലുലി, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയിലേക്ക് എന്ത് ചെയ്തു. ഇബ്നു മുഫ്ലി റഹിമഹുല്ലാഹ് ചെയ്തതല്ലടെ പറയുന്നത്, തത്വം പഠിപ്പിക്കുകയാണ്. വനവർതു ഇലാ ഇംറഅത്തിൻ ലാ തഹല്ലുലി, എനിക്ക് അനുവദിക്കപ്പെടാത്ത, എനിക്ക് ഹലാലല്ലാത്ത ഒരു സ്ത്രീയിലേക്ക് ഞാൻ നോക്കി, ഒരു പുരുഷൻ നോക്കി. ഫനളറ സൗജതി മല്ല ഉരീദ്, ഭാര്യയിലും എന്ത് സംഭവിച്ചു, സമാനമായ രീതിയിലും സംഭവിച്ചു. അതുകൊണ്ട് തന്നെ തിന്മകൾക്ക് പകരമായിക്കൊണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ചെയ്തിക്ക് ഫലമായിക്കൊണ്ട് അള്ളാഹു പകരം നൽകുക എന്നുള്ളത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ പ്രബോധകനാകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രബോധകനാണെങ്കിൽ അയാൾ തൗഹീദ് പറഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾ സ്വീകരിക്കും. അയാൾ സുന്നത്തും ബിദ്അത്തും പറഞ്ഞാൽ അയാൾ സ്വീകരിക്കും. ആ വ്യക്തി ധാർമ്മികതയെക്കുറിച്ച് ക്ലാസ് എടുത്താൽ ആ വ്യക്തി മറ്റുള്ളവരെന്ത് ചെയ്യും, സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ ഒരു മറ്റുള്ളവരോടുള്ള നസീഹത്ത് അങ്ങേയറ്റം അന്തർലീനമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവരെന്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് കൂട്ടമായിക്കൊണ്ട് ഇജാബത്ത് നൽകിയത്. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജൂതന്മാരും ക്രിസ്ത്യാനികളും വരെ എന്ത് ചെയ്യും, വിധി നടപ്പിലാക്കാൻ വേണ്ടി, കരാറ് പാലനത്തിൻ്റെ അഥവാ വിധി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരും. അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയത്തിലും, ശത്രുക്കളുടെ വിഷയത്തിലും, അക്രമികളുടെ വിഷയത്തിലും, വ്യഭിചാരികളുടെ വിഷയത്തിലും, പല തിന്മകളും ചെയ്ത ആളുകളുടെ വിഷയത്തിലും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുകമ്പയുള്ള, സ്നേഹമുള്ള നസീഹത്തിൻ്റെ ഭാഷയാണ് അവിടുന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രബോധനവും വാക്കുകളും മറ്റുള്ള ആളുകൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ആ ഒരു സത്യം, ആ ഒരു മാർഗം വന്നു കിട്ടി, അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യാം, മറ്റുള്ളവരെയും അതിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ആ ക്ഷണം തീർത്തും പൂർണ്ണമായ നസീഹത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. അങ്ങനെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവരിലേക്ക് നന്മകളെ പടർത്താൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ സമുദായത്തിനും ഓരോ കർമാനുഷ്ഠാന മുറ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ അത് അനുഷ്ഠിച്ചവരുമാണ്. അതിനാൽ ഈ കാര്യത്തിൽ അവർ നിന്നോട് വഴക്കടിക്കാതിരുന്നു കൊള്ളട്ടെ. നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നീ ക്ഷണിച്ചു കൊള്ളുക, നിശ്ചയമായും നീ ചൊവ്വായ മാർഗത്തിൽ തന്നെയാകുന്നു. അടുത്ത ആയത്ത്, വൈൻ ജാതലൂക്ക, വൈൻ എന്ന് പറഞ്ഞ ഷർത്തിൻ്റെ ഇൻ അഥവാ ആയാൽ, അങ്ങനെ ആയാൽ, ഒരു സംഗതി ആയാൽ എന്ന് നിബന്ധന വെക്കുകയാണ്. വൈൻ ജാതലൂ, ജദല എന്ന് പറഞ്ഞാൽ ജിദാല്, തർക്കം. വൈൻ ജാതലൂ, അവർ തർക്കിച്ചാൽ, വൈൻ ജാതലൂക്ക, അവർ നിന്നോട് തർക്കിച്ചാൽ, ഫഖുൽ, അപ്പോൾ നീ അറിയണം, അപ്പോൾ നീ പറയണം, അല്ലാഹു ആകുന്നു അഅ്ലമു, ഏറ്റവും അറിയുന്നവൻ, ബിമാ തഅ്മലൂൻ, ബിമാ ഒന്നിനെ കൊണ്ട്, തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നിനെ കൊണ്ട് അല്ലാഹു ആകുന്നു ഏറ്റവും നന്നായി അറിയുന്നവൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറയാം. അതെന്താ വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇനി സമാനമായ 1-2 ആയത്തുകൾ എന്താണ്, നമ്മൾ ഓൾറെഡി മുമ്പ് വിശദീകരിച്ച ആശയങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ട് ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു പോകുകയുള്ളൂ ചെയ്യാം. അഥവാ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, സംഗതി അറിയും, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്, എന്താണ് ശരി എന്നൊക്കെ ചില ആളുകൾക്ക് കൃത്യമായിട്ട് അറിയും. പക്ഷേ സ്വീകരിക്കൂല, അംഗീകരിക്കൂല. തർക്കിച്ച് കൊണ്ടേയിരിക്കും, ന്യായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് 2 രീതിയിലുണ്ടാവും. ചിലപ്പോൾ അടിസ്ഥാനപരമായി തൗഹീദിൽ തന്നെ പയച്ച ആളുകൾക്കുണ്ടാവും. അയാൾക്ക് അറിയാം എന്ത്, തൗഹീദ് മാറ്റിക്കണേന്ന്, ആദർശ വ്യതിയാനം സംഭവിച്ചിക്കണേന്ന്, തൗഹീദിൽ എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും,
അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അതുവരെ ഇല്ലാത്ത തെളിവുകൾ തപ്പിപ്പോകും. അഹ്ലുസുന്നയുടെ പ്രത്യേകതയാണെന്ത്? തെളിവുകൾക്കനുസരിച്ച് ആദർശം സ്വീകരിക്കും. എന്നാൽ പഴച്ച കക്ഷികൾ എന്താ ചെയ്യുക? ആദ്യം ആദർശം ഉണ്ടാക്കും, എന്നിട്ട് അതിന് തെളിവ് തപ്പിപ്പോകും. ഇപ്പം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവില്ല, ഖബറുകൾ കെട്ടിപ്പൊക്കാൻ തെളിവില്ല, ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്താ ചെയ്യുക? അവരാദ്യം അങ്ങനെ ഉണ്ടോ തപ്പി വെക്കും. അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വാസം അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക? തെളിവ് അന്വേഷിച്ചു പോകുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്ത്? തൗഹീദിന് വിരുദ്ധമായി ശിർക്ക് സ്ഥാപിക്കാൻ ആരായത്ത് ഓതിയാലും ആ ആയത്തിൻ്റെ തൊട്ട ശേഷം തന്നെ അത് പൊളിക്കുന്ന വാചകം ഉണ്ടാവും. വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്താണ് ബാക്കി? അജൽന മിൻ ദൂനില്ലാഹി ആലിഹത യുഅ്ബദൂൻ എന്നാണ് ഓർമ്മ. അഥവാ ഏതൊരു തൗഹീദിൻ്റെ ആയത്ത് ഒരാൾ ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഓതിയാലും അതിൻ്റെ തൊട്ടടുത്ത വാചകത്തിൽ തന്നെ എന്തുണ്ടാവും? തൗഹീദ് സ്ഥാപിക്കുന്ന ആയത്തുണ്ടാവും. അത് നമ്മൾ ഏതായത്ത് ഇപ്പോൾ സൂഫികൾ ഓതുന്ന ഏത് ഷിർക്കിൻ്റെ ആയത്തുകൾ തെളിവായിക്കൊണ്ട് ഷിർക്കിന് ഇസ്തിഗാസ ഓതുകയാണെങ്കിൽ അതിൻ്റെ ശേഷം എന്തുണ്ടാവും? ആ തൗഹീദിനെ സ്ഥാപിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് വ്യക്തമായി മനസ്സിലാവും എന്ത്? ഞാൻ ഈ പറയുന്നത് ശരിയല്ല, അതല്ലെങ്കിൽ ഈ നിലപാട് ശരിയല്ല, പഴച്ചു പോയിട്ടുണ്ട്, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ സംഘത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ജോലി ആ രീതിയിലായിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അതിന് തെളിവുകൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. എത്രയോ ഉദാഹരണങ്ങൾ അതിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘങ്ങളിലും സംഘടനകളിലായി പരന്ന് കിടക്കുകയാണ്. വ്യക്തികൾക്കും ഉദാഹരണങ്ങളുണ്ട്, സംഘടനകൾക്കും ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അഹ്ലുസുന്നയുടെ നിലപാട് അതല്ല. നേരെ മറിച്ച് എന്താ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നൊരു കാര്യം കൃത്യമായി വന്നു കിട്ടിയാൽ അവരെന്ത് ചെയ്യും? അത് വിശ്വസിക്കും. അതിന് പിന്നെ ഒരു എക്സ്ട്രാ ന്യായം ഉണ്ടാക്കാൻ അവർ നോക്കില്ല. അതേപോലെ തന്നെ ഈ തൗഹീദുള്ള ഒരാളാണ്, തൗഹീദുള്ള ഒരാളാണെങ്കിൽ അയാളിൽ സംഭവിക്കുന്നത് വെച്ചാൽ തൗഹീദിൻ്റെ താഴെ തട്ടിലുള്ള കുറേ ഹറാമുകൾ ഉണ്ടാവും, കുറേ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അതിന് അവരെന്ത് ചെയ്യും? ഹലാലാക്കും. അഥവാ അത് ചിലപ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അതിൽ നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളാക്കാനും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അത് പാടില്ല, ഹറാമാണെന്ന് അറിയും. പക്ഷേ നമ്മൾ അതിന് സ്വയം മനസ്സിനെങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ സമാധാനിപ്പിക്കും. അതുകൊണ്ടല്ലേ, ഇതുകൊണ്ടല്ലേ. അങ്ങനെയുള്ള മർക്കടമുഷ്ടിയുടെ ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആവാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അതിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിയായ വശം നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തർക്കിക്കാൻ പാടില്ല. എന്നാൽ അന്നത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ശരിയെന്ന് അവർക്കറിയാം. അതിനനുസരിച്ച് കൊണ്ടാണ് അവരുടെ വേദഗ്രന്ഥങ്ങൾ പോലും ഉള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവരിൽ നിന്നായില്ല എന്നുള്ളത് കൊണ്ട് തർക്കിക്കാനായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അവർ നിന്നോട് ഇങ്ങനെ തർക്കിക്കാൻ വന്നാൽ അവരോട് പറയുന്നത് കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിനെയും കുഫ്രിനെയും കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു കൃത്യമായി അറിവുള്ളവനാണ്. കാരണം അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കാരണം തെളിവുകൾ ബോധ്യപ്പെടാത്ത ആളുകളല്ല, കേൾക്കാത്ത പ്രശ്നമല്ല, മനസ്സിലാവാത്ത പ്രശ്നമല്ല, പിന്നെന്താ? കിബറായിരിക്കും പല ആളുകൾക്കും മാറാനുള്ള തടസ്സം. അതുകൊണ്ട് അവരോട് പറയാനുള്ള ഒറ്റ വാചകം എന്താ? അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് കേട്ടോ എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. അതാണ് വൈൻജാദലൂക ഫഖുലില്ലാഹു അഅലമു ബിമാ തഅമലൂൻ. അല്ലാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമത്തി ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. അല്ലാഹു യഹ്കുമു വിധിക്കുന്നു, ബൈനക്കും നിങ്ങൾക്കിടയിൽ, യൗമ ദിവസം, യൗമൽ ഖിയാമത്തി അന്ത്യനാളിൻ്റെ ദിവസം, ഫീമ ഒന്നിൽ വിധിക്കും, കുൻതും നിങ്ങളായ ഒന്നിൽ വിധിക്കും, ഫീഹി നിങ്ങളാ ഒന്നിലായിരുന്നു, തഖ്തലിഫൂൻ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. അഥവാ യാതൊന്നിൽ നിങ്ങൾ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിൽ, അഥവാ ആ കാര്യത്തിൽ കിയാമത്ത് നാളിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിച്ചുകൊള്ളും, ഞാൻ നിങ്ങളുമായി തർക്കിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളുടെ ന്യായീകരണത്തെക്കുറിച്ചൊക്കെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എന്തറിയാം? കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് തർക്കിക്കാനില്ല. അള്ളാഹു അന്ത്യനാളിൽ നിങ്ങൾക്കിടയിൽ വിധി തീർപ്പാക്കും. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? അന്ത്യനാളിലുള്ള വിശ്വാസം. ഒരു വിശ്വാസിയുടെ സകല നന്മകളുടെയും അടിസ്ഥാനമാണെന്ത്? അന്ത്യനാളിലുള്ള വിശ്വാസം. കാരണം ഒരാൾ നന്മകൾ എമ്പാടും ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തിനാ?
അന്ത്യനാളുണ്ട്, കിയാമത്ത് നാളുണ്ട്, പരലോകമുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുന്നത് എന്തിനാ? അള്ളാഹു ലോകത്ത്, പരലോകത്ത് അള്ളാഹു വിധിക്കും. ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിച്ചാലും എങ്ങനെ മുന്നേറിയാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബെന്തെയ്യും? അന്ത്യനാളിൽ വിധിക്കും. ഞാൻ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ എന്നുള്ള ബോധം കാരണമാണ് എന്ത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകളിലേക്ക് മുന്നേറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസത്തിനെതിരായി, തിന്മകളുടെ വിഷയത്തിൽ അതിൻ്റെ അധ്യാപനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഏതൊരാളുണ്ടെങ്കിലും, നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അതുപോലെ തന്നെ പുറത്തുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അവരോടൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള ആയത്താണ് എന്ത്? അല്ലാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമത്തി ഫീമാ കുൻതും ഫീ തഖ്തലിഫൂൻ. അല്ലാഹു എന്ത് ചെയ്യൂല? അല്ലാഹു അത് വിടൂല. അല്ലാഹു അത് കൃത്യമായി കൊണ്ട് എന്ത് ചെയ്യും? അതിനെ നിർണയിച്ച് അല്ലാഹു അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു വിധിക്കുക തന്നെ ചെയ്യും. ആ വിധി പരലോകത്ത് അല്ലാഹു വിധിക്കും, ശിക്ഷയുണ്ടാവും, അല്ലാഹു പിടിക്കും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും തോറും എന്ത് ചെയ്യും? അവൻ്റെ ഈമാനിന് പവർ കൂടും, അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആരുടെ ചരിത്രം? മാഇസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. ആ ചരിത്രം അറിയണമല്ലോ, കഴിക്കും. മാഇസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം അറിയുന്നവർ സ്ത്രീകളിലുമില്ല. മാഇസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. ഓക്കെ, മാഇസ് റളിയല്ലാഹു സ്വഹാബിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിശ്വാസിയായി ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ കീഴിലാണ് മാഇസ് റളിയല്ലാഹു ജീവിക്കുന്നത്. തൊട്ടടുത്ത അയൽവാസിയായ വീട്ടിൽ ഒരു അടിമയായ സ്ത്രീ ഉണ്ടായിരുന്നു. അയൽവാസിയല്ല, മാഇസ് റളിയല്ലാഹു ജീവിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അയൽവാസിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ അയൽവാസിയായ വീട്ടിൽ ഒരു അടിമയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയും മാഇസ് റളിയല്ലാഹു എന്ത് ചെയ്തു? ചെറുതായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യഭിചരിച്ചു പോയി. മാഇസ് റളിയല്ലാഹു അതേപോലെ തന്നെ ആ സ്ത്രീയും വ്യഭിചരിച്ചു പോയി. സ്വാഭാവികമായും ഈ വാർത്ത ആരറിഞ്ഞു? ബാപ്പ അറിഞ്ഞു. അപ്പോൾ ബാപ്പ മാഇസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോകണം, എന്നിട്ട് ഈ സംഗതി പറയണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിധിക്കുന്നത്, അത് മാത്രമാണ് നീ ഈ ചെയ്ത കർമ്മത്തിനുള്ള പരിഹാരം. അഥവാ വ്യഭിചാരം എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തിന്മ ചെയ്തു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങാനും അള്ളാഹു പുറത്തു കൊടുക്കാതെ അയാൾ മരണപ്പെട്ടാൽ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അയാൾ എങ്ങനെയാണ് വിധിക്കപ്പെടുക എന്നറിയില്ല. അതുകൊണ്ട് രക്ഷ വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് എന്താ ചെയ്യുക? ഈ കാര്യം ഏറ്റു പറയാം. കാരണം എന്താ? വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷാവിധി ഉള്ള സമയമാണ്. വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷയുള്ള സമയമാണ്, വിധിയുള്ള സമയമാണ്. അങ്ങനെ മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. അതിൽ ഒന്നാമത്തെ പാഠാണ് എന്ത്? തെറ്റുപറ്റിയ മക്കളെ എങ്ങനെ തിരുത്തണം എന്നുള്ള ഏറ്റവും വലിയൊരു ഗുണപാഠത്തിലുണ്ട്. തെറ്റുപറ്റിയ വ്യഭിചാരം പോലത്തെ ഒരു വലിയൊരു അബദ്ധം പറ്റിയ ഒരു മകനെ ബാപ്പ തിരുത്തിയ രൂപമാണ് എന്ത്? ഈ രീതി. നസീഹത്തിൻ്റെ, ദീനിൻ്റെ, പരലോകത്തിൻ്റെ മാർഗത്തിലൂടെയാണ് എന്ത് ചെയ്ത് തിരുത്താൻ ശ്രമിച്ചത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മാഇസ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നിട്ട് എന്ത് പറഞ്ഞു? ഇങ്ങനൊരു സംഗതി പറ്റിപ്പോയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ഉടനെ കൊടുവാളെടുത്തിട്ട് സ്വഹാബിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കല്ലേ ചെയ്തത്. അതിനെ മറിച്ചോ മുഖം തിരിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാത്ത പോലെ പോയി. കാരണം എന്താ? അതെങ്ങാനും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ നടപ്പാക്കണം. ഒരു സ്വഹാബി, നമ്മളെ ഈ കൂട്ടത്തിലുള്ള ഒരാളെ എറിഞ്ഞ് നമ്മൾ കൊല്ലുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കൂട്ടത്തിലുള്ള ഒരാളെ, നമുക്ക് പരിചിതനായ ഒരാളെ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്തി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ പിന്നെ സ്വഹാബിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമില്ല. അങ്ങനെ മാഇസ് റളിയല്ലാഹു അൻഹു പോയി രണ്ടാമത് വീണ്ടും വന്നു. വ്യഭിചരിച്ചിട്ടുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു കളഞ്ഞു. മൂന്നാമതും വന്നു. നബിയെ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? ശിക്ഷ നടപ്പാക്കണം. എന്തുകൊണ്ട് ഈ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു ഇറങ്ങാണ്ട് വല്ല എന്ത് ചെയ്യല്ല, കഴിച്ചിലായി പറഞ്ഞ് പോരല്ല, നേരെ മറിച്ച് പേടിയാണ്. എന്ത്? ഇതെങ്ങാനും ശിക്ഷ നടപ്പാക്കാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുകയും എന്നിട്ട് റഹ്മാനായ റബ്ബ് പരലോകത്ത് വെച്ച് അതിൻ്റെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്താൽ ഞാൻ എന്താകും? പെടുമെന്നുള്ള ആ ഒരു പേടി, പരലോക ഭയം, അന്ത്യനാളിൽ അള്ളാഹു വിധി
തീർപ്പാക്കും, അള്ളാഹു വിധി തീർക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു ഉറച്ച നിലപാടാണ്. അപ്പം നാലാമതും വന്നു മായിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് നാലാമതും വന്നു. നാലാമതും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ പറഞ്ഞ സത്യമാണോ ചോദിച്ചു. സത്യമാണ്. അവളെ തൊട്ടോ ചോദിച്ചു. തൊട്ടു. അണച്ചു പിടിച്ചു ചോദിച്ചു. അണച്ചു പിടിച്ചു. ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത്, അനുവദനീയമായ രീതിയിൽ ബന്ധപ്പെടുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ നീ ചെയ്തു ചോദിച്ചു. ഉറപ്പിക്കാൻ, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമോ എന്ന് നോക്കാൻ, എന്തിന്? രക്ഷപ്പെടുത്താൻ. അപ്പോൾ മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, വിഹിതമായ രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ബന്ധപ്പെടുക അതേപോലെ ഞങ്ങൾ രണ്ടാളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി എന്ത് ചെയ്തു? വ്യഭിചാരം സ്ഥിരപ്പെട്ടു. വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ അങ്ങനെ വേണം, അല്ല വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല. വ്യഭിചാരാരോപണം ഉന്നയിക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റക്ക് കണ്ടു, ഒപ്പം നിൽക്കണുണ്ടോ, ഒപ്പം പോകുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതേപോലെ പച്ചക്ക് എന്ത് ചെയ്തു? ചോദിച്ചു. അങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞു. അതോടുകൂടി വ്യഭിചാരം സ്ഥിരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അങ്ങനെ മായിസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്ഥലത്തേക്ക് ഇറക്കി നിർത്തിയിട്ട് എന്ത് ചെയ്തു? സ്വഹാബത്തൊക്കെ എറിഞ്ഞു കൊന്നു. ഇതിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ ചിന്തിക്കുന്നവർക്ക് കിട്ടും. എറിഞ്ഞ് മായിസ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുവോളം എറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? സ്വഹാബത്ത് മായിസ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ കൊന്ന സമയത്ത്, ആ എറിഞ്ഞ സമയത്ത് ഇങ്ങനെ ശരീരത്തിലേക്ക് കല്ലുകൾ പതിച്ച് അവസാന ശരീരം പൊട്ടി. ഒരു എറിഞ്ഞ സമയത്ത് കുറച്ച് രക്തത്തുള്ളികൾ എന്ത് ചെയ്തു? ഒരു സഹാബിയുടെ ശരീരത്തിലേക്ക് ഉറ്റി വീണപ്പോൾ ചോരയല്ലേ, വ്യഭിചാരിയുടേത് കൂടിയാണ്. അപ്പോൾ ഈ അശുദ്ധമായ രക്തം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഒരു പുച്ഛത്തോടെ, ഒരു ആക്ഷേപത്തോടു കൂടി ഒരു സ്വഹാബി ആ രക്തം അങ്ങോട്ട് തുടച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ അഥവാ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 70 ആളുകൾക്കുള്ള ഈമാനിനേക്കാൾ മായിസിന് ഈമാൻ ഉണ്ടായിരുന്നു. അതാണ് ആ പരലോകത്ത് അത്രയും ഭയമുണ്ടായത്. കാരണം എന്ത് ചെയ്തു? ഈ ലോകത്തുനിന്ന് ആളുകൾക്കിടയിൽ മാനം കെട്ടാലും ആളുകൾക്കിടയിൽ വഷളായാലും പ്രശ്നമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുമല്ലോ എന്നുള്ള നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മളിനി ഇസ്ലാമിക ഗവൺമെൻറ് ഇവിടെ ഉണ്ട്, പൂർണ്ണമായി ആ രീതിയിൽ ശിക്ഷ നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മളാരെങ്കിലും ചെന്ന് പറയോ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത്? നമ്മളാരും പറയില്ല. പക്ഷേ സ്വഹാബി അത്രയും ഈമാനികപരമായി പരലോക വിഷയത്തിൽ അത്രത്തോളം അള്ളാഹു അവിടെ നിന്ന് വിധി കൽപ്പിക്കും എന്നുള്ള വിശ്വാസം ഉറച്ചതാണ്. അങ്ങനെ പറഞ്ഞത്, നിങ്ങളിൽ 70 ആളുകളെക്കാൾ ഈമാൻ എന്തുണ്ട്? മഹാനായ മായിസ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. ആ ചരിത്രം ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരിക്കൽ 2 റിവായത്തുകളുണ്ട്. അതിലൊരു റിവായത്ത് പ്രകാരം മായിസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഖബറടക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടി എന്ത് ചെയ്തു? ഇങ്ങനെ നടന്നു പോയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ആ ഖബറിൻ്റെ അവിടുത്തെ സ്വഹാബത്ത് ഇങ്ങനെ കൂട്ടം കൂടി പോകുകയാണ്. 2 ആളുകൾ ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് പിന്നിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്താ പറഞ്ഞത്? ഇത് മറ്റേ അന്ന് വ്യഭിചരിച്ച ഒരു മായിസിൻ്റെതല്ലേ, വ്യഭിചാരിയായ മായിസിൻ്റെതല്ല. ആ രീതിയിൽ എന്ത് ചെയ്തു? ചില സ്വഹാബത്ത് സംസാരിച്ചു. അഥവാ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ തിന്മയിലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹു തൗബ സ്വീകരിച്ചു. ഏറ്റവും വലിയ ഈമാനോട് കൂടിയാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞു. സ്വഹാബിയാണ് ഇന്നും നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. ആ സ്വഹാബിയെക്കുറിച്ച് അള്ളാഹു പുറത്തു കൊടുത്ത തിന്മയിലേക്ക് എന്ത് ചെയ്തു? ചേർത്തിക്കൊണ്ട് ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. നേരെ മറിച്ച് ഒരു തഅരീഫിന് വേണ്ടി, ആളറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അന്ന് ആ വ്യഭിചാരത്തിന് എറിഞ്ഞു വന്ന ആ മായിസിൻ്റെ ഖബറാണത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? പറഞ്ഞു പോയി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പോൾ കുറച്ചിങ്ങനെ നടന്നപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ചത്ത് ചീഞ്ഞളിഞ്ഞ ഒരു കഴുത കിടക്കേണ്ടിയിരുന്നു. ചത്ത് ചീഞ്ഞ് അളിഞ്ഞു പോയ ഒരു കഴുത. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ 2 ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഈ ചീഞ്ഞ കഴുതയുടെ മാംസക്കഥങ്ങൾ പല്ലിൻ്റെ ഇരിയിലൂടെ ഞാനിങ്ങനെ കാണുന്നുണ്ടല്ലോ, മനസ്സിലായോ? ആ ചീഞ്ഞ കഴുത അവിടെ ചത്ത് അളിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ മാംസങ്ങൾ ഇങ്ങനെ തിന്നതുപോലെ നിങ്ങളെ പല്ലിൻ്റെ ഇരികളിലൂടെ അതിൻ്റെ മാംസം കാണുന്നുണ്ടല്ലോ. അപ്പോൾ സ്വഹാബത്തിന് അത്ഭുതമായി. അപ്പോൾ അവർ ചോദിച്ചെന്തേ, നബി ഞങ്ങളതിനത് തിന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്തീ പറയണമെന്നുള്ളൊരു അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? മായിസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെന്ത് പറഞ്ഞു? ആ രീതിയിൽ പറഞ്ഞല്ലോ, അത് ഈ ശവം തിന്നതിന് സമാനമാണ് എന്ന വാക്കുകൾ എനിക്ക് ഓർമ്മല്ല. അതാണ് സംഗതി. ആ ഒരു ശവത്തിലേക്ക് ചേർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അള്ളാഹു തൗബ സ്വീകരിച്ച ആളാണ് ആര്? മായിസ് റളിയല്ലാഹു അൻഹു. ആ മായിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എങ്ങനെ പറയുകയാണെങ്കിൽ, ഈ ശവം ചത്ത ചീഞ്ഞളിഞ്ഞ കൈതയുടെ ശവം നിങ്ങൾ എങ്ങനെ തിന്നുന്നോ
അതേപോലെയാണ് എന്ന് ഉപമപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് കുറേ പാഠങ്ങളുണ്ട്. ഒന്നെന്താ, ഒരു ബാപ്പ എങ്ങനെയാണ് മകന് പറ്റിയ തെറ്റിനെ തിരുത്തേണ്ടത്, അതേപോലെ തന്നെ ഒരു വിശ്വാസി അവന് സംഭവിച്ച അബദ്ധങ്ങളിൽ എത്രത്തോളം ഖേദവും എത്രത്തോളം പേടിയും ഉണ്ടാകണം, പരലോകത്തെക്കുറിച്ച് എത്രത്തോളം ഭയം ഉണ്ടാകണം, അള്ളാഹു എന്നെ ഇതിനെ കൊണ്ട് പിടിക്കുമോ എന്നുള്ള ഈമാനികപരമായ എത്ര കരുത്തൊരു വിശ്വാസിക്ക് ഉണ്ടാവണം എന്നുള്ളത് ഇതിൽ പാടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ തിന്മ ചെയ്ത് അയാൾ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ആ തിന്മയുടെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല, അതിലേക്ക് ചേർത്തി പറയാൻ പാടില്ല, അയാൾ അതിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല. പിന്നെ ഒരു വിശ്വാസിയായ മനുഷ്യനാണോ അയാൾ മുമ്പ് ചെയ്ത തിന്മകളിലേക്ക് അയാളെ ചേർത്തി പറയാനും പാടില്ല എന്നുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ ഇതിലുണ്ട്. അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബ് അവൻ നാളെ അന്ത്യനാളിൽ വെച്ച് അവൻ വിധിക്കും, അവൻ വിധി കൽപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏത് ആദർശത്തിന് വിരുദ്ധമായ, വിശ്വാസത്തിന് വിരുദ്ധമായ, അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ഏത് കാര്യമുണ്ടോ അത് പ്രവർത്തിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് നാളെ അന്ത്യനാളിൽ ഞാൻ ഈ ചെയ്യുന്നതിൽ അള്ളാഹു വിധി കൽപ്പിക്കുമല്ലോ എന്നുള്ള ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 പാടുണ്ട്, നമുക്ക് അടുത്ത ആഴ്ച എന്ത് ചെയ്യാം, കൂട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികുഹു ഫലാ യുനാസിഉന്നക ഫിൽ അംരി വദഉ ഇലാ റബ്ബിക് ഇന്നക ലഅലാ ഹുദം മുസ്തഖീം. മുൻഗാമികളായ സമുദായത്തിനും അവർക്ക് എന്തുണ്ടായിരുന്നു, കൃത്യമായ കർമാനുഷ്ഠാന മുറകളുണ്ടായിരുന്നു. അവർ ആ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല. നീ നിൻ്റെ രക്ഷിതാവിങ്കിലേക്ക് ക്ഷണിച്ചുകൊള്ളുക, നീ നേരായ മാർഗത്തിലാകുന്നു എന്നുള്ള ആയത്ത് നമ്മൾ എടുത്തു. അതിൽ വർക്കത്തുൽ നൗഫലിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സ്വഹാബിയാണോ അല്ലേ എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ മുഅ്മിനാണ്. അതേപോലെ തന്നെ സ്വഹാബി ആരാണ് എന്ന് പറഞ്ഞു. അതിൽ ഉവൈസുൽ ഖർനി റഹിമഹുള്ളയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ രീതിയിൽ വിശദീകരിച്ചു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ വളീഫത്താണ്, അമ്പിയാക്കളുടെ ഉദ്യോഗമാണ്. ഒരു മുസ്ലിമിനെ അവൻ ചെയ്ത തെറ്റിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചേർത്തി പറയാൻ പാടില്ല. അതാണ്, ആ പറയലാണ് ഏറ്റവും വലിയ തിന്മ. ഒരാൾ ചെയ്ത അബദ്ധത്തെ, ഒരാളുടെ കുറവുകളെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ പ്രകടമാക്കിക്കൊണ്ട് സംസാരിക്കുകയും കളിയാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അള്ളാഹു സമാനമായ തിന്മ കൊണ്ട് നമ്മെ ആക്ഷേപിച്ചേക്കാം എന്നുള്ള പേടി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ദീന് മനസ്സിലായിട്ടും നിലപാട് മനസ്സിലായിട്ടും കൃത്യമായ അവബോധമുണ്ടായിട്ടും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് അള്ളാഹു ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് എന്ന് പറയുകയാണ് ഏറ്റവും വലിയ പോംവഴി. റഹ്മാനായ റബ്ബ് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനെന്തെയും ഈ ജീവിതത്തിനപ്പുറം അന്ത്യനാളിൽ റഹ്മാനായ റബ്ബ് അതിന് വിധി കൽപ്പിക്കും, വിധി തീർക്കും. റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഒന്നും വിട്ടുപോവുകയില്ല. മുആയിസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം അല്പം വിശദമായി കൊണ്ട് തന്നെ നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ കേൾക്കാനും പഠിക്കാനുമുള്ള മഹാ തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ അടുത്ത ആഴ്ചയും അഥവാ 2 ആഴ്ചയും കൂടെ ഇനി നമ്മുടെ സൂറത്തുൽ ഹജ്ജ് ഉണ്ടാവുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞാൽ അതോടുകൂടി സൂറത്തുൽ ഹജ്ജ് എന്താവും, പൂർത്തിയാവും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റമളാൻ നമുക്ക് എന്ത് വേണം, ഒരു എക്സാം നടത്തുകയും വേണം. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.